ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലത്തെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ മദ്രസ ഇല്ല കേട്ടോ കുറച്ച് ദിവസം. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതാ രാവിലെ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിനും. എണീറ്റ് കിച്ചണിൽ വന്ന് നോക്കിയപ്പം അമ്മ അവിടെ അപ്പം ചൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ സിറ്റൗട്ടിൽ അങ്ങനെ വന്നിരുന്നതാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പം അമ്മ നമ്മളെ മലപ്പുറംകാർ ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന അപ്പം ഉണ്ടല്ലോ, ചീയപ്പം, അതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മാനോട് ഞങ്ങൾ പറഞ്ഞത് നേരത്തെ ഒന്നും ഉണ്ടാക്കണ്ട, ആക്കും പോലെ ഉണ്ടാക്കിയാൽ മതി, ഞങ്ങൾ നീച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടു നോക്കുക. പക്ഷേ അമ്മമാരങ്ങനെയാണല്ലോ, നമ്മൾ മക്കൾ വിരുന്ന് വരുമ്പം എൻ്റെ അമ്മ അങ്ങനെ കേട്ടോ, എല്ലാവരും അമ്മമാരും അങ്ങനെ തന്നെ ആവും. അപ്പം അമ്മ എന്താ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന അന്നത്തെ കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അമ്മ. അപ്പോൾ ഇപ്പോൾ പിന്നെ അതിനൊന്നും കഴിയൂല അമ്മക്ക്. അപ്പോൾ എന്തായാലും ഉമ്മ അപ്പൊക്കെ ചുട്ടാണ്. അതേപോലെ കറി പിന്നെ നാത്തൂനും ഉണ്ടാക്കിനി, എഗ്ഗ് കറി ആയിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ചുടലൊക്കെ കഴിഞ്ഞാണ്. കുറേ അപ്പം ചുടണ്ടേ, ഞാനും അനിയത്തിയും കുട്ടികളും ഉണ്ട്, അതേപോലെ നാത്തൂനും ഉമ്മയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചധികം വേണ്ടേ. ഇതിപ്പോൾ ഇന്നലെ ഉമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പാട്ടോ. ഇന്നലെ കുട്ടികളൊക്കെ ഉച്ചയപ്പത്തിന് തന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ 4 മണിക്ക് ചായക്ക് കടി ഉണ്ടാക്കിയതാണ്. ഉമ്മക്ക് അങ്ങനെയാണ് കേട്ടോ, എന്താ കുറച്ചുണ്ടാക്കുന്ന പണി അറിയില്ല. അപ്പോൾ ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടായിന്. ഇന്നലെ തിന്നിൻ്റെ ബാക്കിയാണ് തിന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചപ്പം ആ ഉണ്ണിയപ്പം എടുത്ത് വെച്ചാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഉമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തിൻ്റെ പുറംഭാഗമൊക്കെ ഇങ്ങനെ നല്ല ക്രിസ്പി ആക്കാരം, ഉള്ളു നല്ല സോഫ്റ്റും, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പം എന്താ എനിക്ക് ഷുഗറാണ്, എന്നാലും ഞാൻ ഒരു ഉണ്ണിയപ്പൊക്കെ എടുത്ത് കഴിച്ചിട്ടോ രാവിലെ തന്നെ. പിന്നെ എപ്പോഴൊന്നും ഇല്ലല്ലോ, എപ്പോഴേലൊക്കെ അല്ലേ വിചാരിച്ചിട്ട്. പിന്നെ അതേപോലെ എന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുട്ടികൾക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളും പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ അഞ്ഞും മക്കളുണ്ട് കേട്ടോ, വലിയ മക്കളൊന്നും വന്നിട്ടില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ കൊടുത്ത് ഞങ്ങളും അവിടെ തന്നെ ഇരുന്നാണ് അങ്ങനെ കഴിച്ചു. പിന്നെ നമുക്ക് വോട്ടല്ലേ, അപ്പോൾ അനിയത്തിക്ക് ഇവിടെയാണ് കേട്ടോ വോട്ട്. അപ്പോൾ ഓളും ഉമ്മയും രാവിലെ തന്നെ പോയിട്ടുണ്ട്. ഓളും മനയും കൊണ്ട് രാവിലെ പോയി വോട്ടിന്. അപ്പോൾ ഞാൻ പിന്നെ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്ന്, നാത്തൂന് അകൊക്കെ അടിച്ചു വരാനും അങ്ങനെ നിന്ന് കേട്ടോ. പിന്നെ രാവിലെ തന്നെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലഞ്ചിനുള്ളതും നോക്കും. അപ്പോൾ നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം തിളച്ചിട്ട് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മുറ്റടിച്ചു വരാമല്ലോ. അങ്ങനെ ഞാനിതാ ചൂലൊക്കെ എടുത്ത് മുറ്റടിച്ചു വരുന്നുണ്ട്. ഇവിടെ ഈ താഴെ ഭാഗത്ത് റബ്ബർ തോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നല്ലോണം ഈ റബ്ബറിൻ്റെ ഇല കാറ്റടിക്കുമ്പോഴേ ഇവിടേക്ക് അത്രക്ക് വരില്ല, എന്നാലും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ മക്കളല്ലേ, ചിരട്ടിയിലായിട്ടും അവിടുന്ന് ഇവിടുന്ന് മണ്ണൊക്കെ വാരി കൊണ്ടുവന്നോളൂ കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റടിച്ച് വാരുന്നുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പം വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തർ ജോലികൾ ചെയ്യുമ്പോഴേ നമുക്കങ്ങനെ പണിയെടുത്ത് കുഴങ്ങാനും ഇല്ല. എന്നാൽ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്തിരിക്കാമല്ലോ, വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നലെയൊക്കെ നല്ല തിരക്കേന്. ഞാൻ ഇന്നലെ വരുന്നില്ല പറഞ്ഞത്. അപ്പോൾ അനിയത്തി ഈ വാവ് പറഞ്ഞാണ്ട് വിളിച്ചപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം കേട്ടോ വന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്നലെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിനി ഇന്നലെ ഞങ്ങളെല്ലാവരും വിരുന്ന് വന്നതല്ലേ, അപ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടായിനി. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് സാധാ ചോറും കൂട്ടാനും തന്നെയാണ്. അപ്പം എന്താ മുറ്റക്കടിച്ച് വാരി വരുമ്പോഴത്തേന് വെള്ളം തിളച്ചോളും. അപ്പോൾ നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ പിന്നെ കൂട്ടാനും ഉണ്ടാക്കുക. അപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. എന്നാലും ഓരും കൂടിത്തരും എല്ലാത്തിനും. നമുക്ക് പിന്നെ വെച്ചുണ്ടാക്കുന്ന പണി ഇഷ്ടമുള്ള പണിയാണല്ലോ. എനിക്കങ്ങനെ കേട്ടോ. എനിക്ക് എന്നോട് ഈ എന്താ എടുക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭാഗം വെക്കും ഓരോ ജോലികൾ. അപ്പം ഞാൻ പറയൽ ഓരെന്നെ പറയും ഫുഡ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത്. അനിയത്തിക്ക് ക്ലീനിങ് ആണ് കേട്ടോ ഇഷ്ടം. അതേപോലെ നാത്തൂനും ഫുഡ് ഉണ്ടാക്കണമൊക്കെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വോട്ടിന് പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത അവിടെയാണ്. പിന്നെ എൻ്റെ വീട് ഇവിടെ കരുളായി പഞ്ചായത്തിൽ തന്നെയാണ് എൻ്റെ വീടും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും. അതുകൊണ്ട് അങ്ങനെ പഞ്ചായത്ത് വിട്ട് പോകേണ്ട ഇതില്ല കേട്ടോ. ഒരു എന്താ പറയുക, ദൂരമൊന്നുമില്ല നമുക്കങ്ങനെ. ഇപ്പോൾ ഇവിടുന്ന് ഓട്ടോ ചാർജ് ഒരു 60 രൂപയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോകാമല്ലോ. അപ്പം മുറ്റടിച്ചു വാരലിങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വീടിൻ്റെ സൈഡ് ഭാഗമൊക്കെ അടിച്ചു വാരി, പിന്നെ വീടിൻ്റെ മുൻഭാഗം നാത്തൂന് അടിച്ചേരിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല കേട്ടോ. പിന്നെ കുറേ മുന്നേക്ക് നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന സമയത്ത് അന്നൊക്കെ അമ്മയ്ക്കൊക്കെ നല്ലോണം വേക്കും ചെയ്യും. അപ്പം ഒരു പണി എടുക്കൂലേനി കേട്ടോ ഞാനൊന്നും. എന്താ അമ്മ തന്നെ എല്ലാം, പിന്നെ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി തരും. അതേപോലെ ക്ലീനിങ് ഒക്കെ അമ്മ തന്നെ ചെയ്തിരുന്നത്. അന്നൊന്നും അമ്മക്ക് ഇത്ര ബുദ്ധി ഇല്ലായിട്ടേനോ എന്താണെന്നൊന്നും അറിയില്ല. എന്നെയൊക്കെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചും ചെയ്തിട്ടുണ്ട്. എന്താ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയ ആ ഒരു ഇത് തന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. പിന്നെ പിറ്റത്തെ വർഷം തന്നെ നമുക്ക് കുട്ടികളായി. പിന്നെ അങ്ങനെ എന്താ പറയുക, വീട്ടിലേക്ക് വരുന്നത് റെസ്റ്റ് എടുക്കാനേ ഇനി അന്നൊക്കെ.
ഇപ്പം ഇങ്ങനെ തോന്നും അന്ന് ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളിപ്പം എന്താ ഒരു വീട്ടമ്മമാരാകുമ്പോഴാണല്ലോ നമുക്ക് ഒരു വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ ശരിക്കും നമുക്ക് കണ്ട് അറിയാമല്ലേ. അപ്പോൾ അതേപോലെ ഉമ്മ വന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കും ഞാൻ. ചെറിയ ചെറിയ കുട്ടികളൊക്കെ അമ്മ നോക്കും, കുളിപ്പിക്കലും എല്ലാ പണിയും ചെയ്തിനി അന്ന്. നമ്മളൊരു ഉമ്മമാരാകുമ്പോഴേ നമുക്കതൊക്കെ ശരിക്കും ഓർമ്മ വരുള്ളൂ അല്ലേ. പാവമാണല്ലേ നമ്മളമ്മമാരൊക്കെ, ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ പഠിച്ചവന്. പിന്നെ നമ്മി ഇപ്പിള്ള കാലം നമ്മളെ സ്വർഗ്ഗം എന്ന് പറയുന്ന പോലെ അല്ലേ. എൻ്റെ ഒപ്പം ഉണ്ടായിനൊന്നും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളൊന്നും വിരുന്നെന്നാൽ അങ്ങനെ വല്ലാതെ പണിയൊന്നും എടുപ്പിച്ചില്ല. ഒരവിടുന്ന് കുഴങ്ങി വരുന്ന ഇക്കാരം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും അന്നത്തെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം അതാ ഇവിടെ ഒരു വലിയ പഴക്കൊല ഉണ്ട് കേട്ടോ. ആ പഴക്കൊല കണ്ടപ്പോഴേ എനിക്ക് എന്തോ പോലെ തോന്നി. പഴക്കൊലല്ല, വാഴക്കൊല അല്ലേ. എന്താ ഞങ്ങളപ്പം ഉണ്ടായിനന്ന് ഉണ്ടായിനതാണ് കേട്ടോ അവിടെ ഒരു വാഴ. എന്നിട്ട് ആ വാഴ പിന്നെ നമ്മൾ കൊല ഉണ്ടായി വെട്ടും, പിന്നെ വീണ്ടും അവിടെ അതിൻ്റെ കന്ന് മുളച്ചാണ്ട് പിന്നെ വീണ്ടും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിപ്പോൾ 2-3-4 പ്രാവശ്യമായിട്ടോ. ഒപ്പം മരിച്ചിട്ട് 5ാമത്തെ വർഷക്കാരം. ഇപ്പോഴും അതാ വലിയൊരു വാഴക്കൊല ഉണ്ട്. ഇനി അത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വാഴൻ്റെ കുട്ടി ഉണ്ട്. പിന്നെ അത് വളരും അങ്ങനെ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, ഓരോരോ ഓർമ്മകളാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിന് കേട്ടോ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പം ഇനി അരിയും കഴുകി വെച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം നമുക്ക്. റേഷൻ കടയിൽ അരി ആയതുകൊണ്ടേ പെട്ടെന്ന് വേവും. അപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ബീഫ് ഉണ്ടായിന്. അപ്പോൾ ബീഫാണ് കേട്ടോ. ബീഫ് വരട്ടൊന്നല്ല, ബീഫ് അങ്ങനെ അങ്ങോട്ട് വെള്ളം വറ്റിച്ച് വെക്കുക. പിന്നെ അതേപോലെ ഒരു മോരുകറിയും അതാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ഇടിച്ചക്ക തന്നിട്ടുണ്ടേനും, അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടനി. പിന്നെ ഈ അടുപ്പിൻ്റെ അമ്മ ഉണ്ടാക്കിയതാട്ടോ. ഉമ്മി നാത്തൂനും കൂടി ഉണ്ടാക്കിയതാണ്. നല്ല അടുപ്പാണ്. അങ്ങനെ ഉമ്മി അനിയത്തിയും വോട്ടൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. ഉമ്മാൻ്റെ പർദ്ദ കഴിച്ചിട്ട് പിന്നെ കിച്ചൺ കയറിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഞാൻ കഴുകി വെച്ചിനി. അപ്പോൾ അതിക്കുള്ള സവാളല്ല, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അമ്മ തൊലിയൊക്കെ കളഞ്ഞ് തരുന്നുണ്ട്. ഞാൻ ബീഫ് കഴുകി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വോട്ടിന് പോകാൻ ഞാനും നാത്തൂനാണ് കേട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ അവിടേക്ക് പോകണം. നാത്തൂന് എന്താ ഇവിടെ ഹൈസ്കൂളുണ്ട് നമ്മളെ, അവിടേക്കും പോകണം കേട്ടോ. അപ്പോൾ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വലിയ പണികളൊന്നും ഇല്ലല്ലോ, വലിയ പണിയൊക്കെ എളുപ്പം തീർത്തിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ ഉമ്മ ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് തരുന്നുണ്ട്. എനിക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ബീഫൊക്കെ കൂടുതലിടുന്നത് ഇഷ്ടം. ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ സവാള ചേർക്കും, സവാളയും തക്കാളിയൊക്കെ ചേർക്കും. ഇതേപോലെ വറ്റിച്ചൊക്കെ വെക്കുമ്പോൾ ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ അധികം ചേർക്കൽ. അപ്പോൾ എന്താ ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞമ്മ തന്നിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ ബീഫൊക്കെ കഴുകി വെച്ചത് ആ മൺചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ വന്ന് ഊറ്റുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ആ ചോറ് ഊറ്റിയാൽ പിന്നെ അടുപ്പ് ഒഴിവല്ലേ, അടുപ്പത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ വേവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൺചട്ടിക്ക് ഇട്ട് കൊടുത്താണ്, മൺകുടുക്കിക്ക് ഇട്ട് കൊടുത്താണ് നമ്മളെ ബീഫൊക്കെ കേട്ടോ. പിന്നെ ഇതാ ചെറിയ ഉള്ളി ഇതാ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചെറിയ ഉള്ളിന്. അപ്പോൾ അരിഞ്ഞ് അതിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തേക്ക് ഇതാ 2 സ്പൂണ് മുളക് പൊടി, അതേപോലെ തന്നെ 3 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂണോളം കേട്ടോ പെരിഞ്ജീരകം പൊടിച്ചതും, 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. പിന്നെ കറിക്ക് കുമ്പളങ്ങ കൊണ്ടുള്ള മോര് കറി കേട്ടോ, അതിൻ്റെ അനിയത്തി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ മസാലപ്പൊടിക്ക് ഇനി കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പൊടികളൊന്നും കരിയരുത്. പിന്നെ ഈ മുളക് പൊടിക്കൊന്നും കളറില്ല കേട്ടോ. മുളക് പൊടിക്ക് കളർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിക്കുമ്പോൾ കുറച്ച് കാശ്മീരി മുളകും കൂടെ കൂട്ടിയിട്ട്, പിരിയമുളകില്ലേ അതും കൂടെ കൂട്ടിയിട്ട് പൊടിച്ചാൽ മതി. എന്നാൽ മുളക് പൊടി കാണാൻ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ കറിയൊക്കെ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. മുളക് പൊടി കളറില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ, ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ കുമ്പളങ്ങയും മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ മോര് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തോള് കുക്കർക്ക് ഇട്ടുണ്ട്. പിന്നെ അതിക്ക് മാങ്ങ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിക്കണം കേട്ടോ. ആ മൈലാഞ്ചിയാണ് ഇപ്പോൾ കാണിച്ച വീഡിയോയിൽ. ചിഞ്ചുമോൾ ഇന്നലെ രാത്രി ഇട്ട് കൊടുത്താണ്. അപ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കണേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഇടയിൽ ഓരോന്ന് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ മസാലപ്പൊടികൾ ചൂടാക്കിയല്ലോ, അത് ഇതാ ഇതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് കറിവേപ്പിൻ്റെലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തോനെയൊന്നും വേണ്ട, ഒരു 1-1.5 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുക, മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം.
ഈ മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ നല്ലോണം നമ്മൾ വറുത്ത്, പിന്നെ പൊടികൾ കരിയരുത് കേട്ടോ, വറുത്ത് കാണ്ട് ഇതേപോലെ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ, ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലൊക്കെ വെക്കുമ്പോൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയാണ്ട് അതിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ അറിയോ, ഇത് തിളച്ച് വരുമ്പോൾ തുടങ്ങും സ്മെല്ല്. നല്ല അടിപൊളി സ്മെല്ലേക്കാരം കേട്ടോ. പണ്ടൊക്കെ നമ്മളമ്മമാരൊക്കെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ, അങ്ങനെ നല്ലൊരു സ്മെല്ല് വരും. അന്നൊക്കെ പറഞ്ഞാൽ മുളകും മല്ലിയൊക്കെ വറുത്ത് അമ്മിമട്ട അരച്ചാണ്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ നല്ല സ്മെല്ല് വരും കേട്ടോ. അതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുമ്പം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പ് ഇതാ ഒഴിഞ്ഞ് കിടക്കുക കേട്ടോ. ഉമ്മ ചോറ് ഊറ്റി അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ നല്ല കനലും ഉണ്ട്. അപ്പോൾ ഞാൻ വിറക് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോടെ വേവിക്കാനായിട്ട് വെക്കാം. അപ്പം ഇനി ഇത് അവിടെ കിടന്നിട്ട് വേവട്ടെ. അപ്പം ഉമ്മക്ക് എന്താ ഇടിച്ചക്ക തൊലി കളയുന്ന പണിയാണ് കേട്ടോ. ഉമ്മ അതവിടെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ എന്താ ബീഫ് ഞാനൊന്ന് വന്ന് നോക്കി തിള തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്മെല്ല് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഫസ്റ്റിൽ തിളക്കുമ്പോൾ വരൽ തുടങ്ങും ആ സ്മെല്ല്. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിലാണെങ്കിൽ തീ നല്ലോണം കത്തും ചെയ്യും കേട്ടോ, നല്ല ഉഷാറായിട്ട് കത്തും. ഇഷ്ടി കൊണ്ട് ഉണ്ടാക്കിയ അടുപ്പാട്ടോ അത്, ഉമ്മ ഉണ്ടാക്കിയ അടുപ്പാണ്. മണ്ണൊക്കെ വെച്ച് എന്താ മണ്ണുകൊണ്ട് തെമ്പി ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയ അടുപ്പാട്ടോ. അങ്ങനെ ബീഫ് ഇളക്കിയൊക്കെ കൊടുത്തു. പിന്നെ എന്താ അമ്മ അവിടെ ഇടിച്ചക്കയൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങി മാങ്ങയൊക്കെ കുക്കറിൽ വേവിച്ചിനല്ലോ, അതുമ്മ വേറൊരു പാത്രത്തിൽ ആക്കിന് കേട്ടോ. കറി എല്ലാവരും ഉള്ളതല്ലേ, കുറച്ചധികം വേണം പറഞ്ഞിട്ടേ ചെമ്പട്ടിക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു. തേങ്ങയും ചെറിയ ഉള്ളിയും നല്ല ചീരകൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വറവിട്ടെടുത്താൽ മതി. അതേപോലെ തന്നെ പിന്നെ ഇടിച്ചക്ക കുക്കറിലിട്ട് കണ്ട് അങ്ങനെ വേവിച്ചു. പിന്നെ അതും ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ കറി ഇതാ തൂമിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കറിവേപ്പിൻ്റെ ഇലയും കടുകൊക്കെ തൂമിച്ചിതാ കറി കൊഴിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മോരുകറി. പിന്നെ ഇപ്പം മാങ്ങൻ്റെ സീസണല്ലേ, ഈ കുമ്പളം കൊണ്ടൊക്കെ മോരുകറി ഉണ്ടാക്കുമ്പോൾ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്ത് നോക്കൊണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കറി സെറ്റായിട്ടുണ്ട്. ഇനി ഇടിച്ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇടിച്ചക്ക വെന്തിക്കണം കേട്ടോ. ഇടിച്ചക്കയിൽ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പും വെള്ളം ഒഴിച്ചാണ്ടും അങ്ങനെ വേവിക്കാൻ വെച്ചതേന്. അപ്പോൾ അത് വെന്തിട്ട് ഇതാ അതിലേക്ക് തേങ്ങ ചതച്ചാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ അരച്ചക്കല്ല, ചതച്ചക്കാണ് കേട്ടോ, ഉപ്പേരിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഒന്ന് ചതച്ചാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഉടച്ചിട്ടില്ല, ഉടക്കാൻ ചെറിയ അമ്മിക്കുട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ ശരിക്കും ഉടഞ്ഞിട്ടു. നല്ലോണം വെന്താണ്. അപ്പോൾ ഇങ്ങനെ വെന്ത് കട്ട കെട്ടിയാണ്. ഇത്ര വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഇടിച്ചക്കൻ്റെ അല്ലി വേറിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ലോണം വെന്ത് വിരകിക്കണം കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് തൂമിക്കണം. അപ്പോൾ ഇതിക്കാണെങ്കിൽ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചാണ്ട് മുളക് പൊടിയും കറിവേപ്പിൻ്റെ ഇല ഇട്ടാണ്ടാണ് കേട്ടോ തൂമിച്ചിട്ടുള്ളത്. പച്ചമുളക് ചേർത്തിട്ടില്ലല്ലോ നമ്മൾ എന്താ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുത്തിനത്. ഇതിങ്ങനെയാണ് വറവിട്ടെടുക്കുക പറഞ്ഞുമ്മ. അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയേനും ഇതാ അതിക്ക് ഇട്ട് കൊടുത്തു, വറവൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബീഫ് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ബീഫ് അടുപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും അങ്ങനെ വോട്ടിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ അതേപോലെ എൻ്റെ അച്ഛന്മാർക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ട് ചോക്കാടുള്ള, അപ്പോൾ അതും കൊണ്ടേ കൊടുക്കണം. സ്കൂട്ടിമ്മ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് വിരുന്നെന്നാലും ഇവിടെ അടങ്ങിയിരിക്കാനൊന്നും ഒഴിവുണ്ടാവില്ല കേട്ടോ, എന്തെങ്കിലുമായിട്ട് പണികളുണ്ടാവും. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന പണിയൊക്കെ പിന്നെ ഓള് ചെയ്തോളും, അനിയത്തിട്ടോ. അങ്ങനെ ഓള് അവിടേക്ക് വൃത്തിയാക്കി. പിന്നെ നാത്തും തുടക്കണുണ്ട്, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ ബഹളം ഒച്ചയും വിളിയൊക്കെയാണ്. പിന്നെ ഞാനും വോട്ടിനൊക്കെ പോയി വോട്ടൊക്കെ ചെയ്ത് വന്ന് ആദ്യം എൻ്റെ അച്ഛന്മാർക്കുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ പോയി. അത് കൊണ്ട് കൊടുത്തിട്ടാണ് പിന്നെ വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് വന്നപ്പം ബാബുവിൻ്റെ കടയിൽ കയറിയിട്ടോ. അപ്പോൾ ഇതിപ്പോൾ പതിവാണ്, കടയിൽ കയറും. ഞാൻ പിന്നെ മോരും വെള്ളാട്ടോ കുടിച്ചത്, കരിമ്പ് ജ്യൂസ് എനിക്ക് തന്നില്ല. ഷുഗർ കൂടും കരുതിയിട്ടാണ് കേട്ടോ എനിക്ക് തരാത്തത്. അങ്ങനെ ഞാൻ എന്താ ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് പോന്നു. പിന്നെ ഇതാ ഫുഡ് കഴിച്ചിട്ടോ. ഉമ്മാൻ്റെ മോരുകറിയും അതേപോലെ തന്നെ ബീഫും പിന്നെ നമ്മുടെ ചക്കുപ്പേരിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ സിറ്റ് ഔട്ട് കൊണ്ടുവന്നിട്ടാട്ടോ ഞങ്ങൾ രണ്ടാളും കഴിക്കുന്നത്. മറ്റവരൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കും.